വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശ്രീധർ. പ്രധാന വാർത്തകൾ. കാലവർഷം കനത്തു. കോട്ടയത്തെ വീടിന്റെ മേൽക്കൂര തകർന്ന് 4 പേർക്ക് പരിക്ക്. വെള്ളൂശ്ശേരിയിൽ അയൽവാസിയുടെ മതിൽ വീണ് വീട്ടമ്മയുടെ ഇരുചക്ര വാഹനം തകർന്നു. കോട്ടയം ജനറൽ ആശുപത്രി പരിസരത്ത് കഞ്ചാവ് ചെടി. എക്സൈസ് സംഘം റെയ്ഡ് നടത്തി ചെടി പറിച്ചെടുത്ത് സീൽ ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണം. കോട്ടയം ജില്ലയിലെങ്ങും വിപുലമായ പരിപാടികൾ. പ്രകൃതി സംരക്ഷണം സമൂഹത്തിന്റെ ആവശ്യമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചിറക്കടവിൽ പ്രത്യേക ഗ്രാമസഭ. പെട്രോൾ പാചകവാതക വിലവർധന. കോട്ടയത്ത് CPMന്റെ ജനകീയ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അമ്മഞ്ചേരി നാൽപ്പാത്തിമലയിലാണ് സംഭവം. ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം. ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ഇന്ന് വെളുപ്പിന് 12:30 ആയപ്പോഴേക്കും നേരെ മേൽക്കൂരയൊക്കെ കംപ്ലൈൻറ്റ് നേരെ മേൽക്കൂര താഴോട്ട് പോരുമായിരുന്നു. ഞാനും വൈഫും 2 പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാം ഈ റൂമിനകത്ത് ബ്ലോക്ക് ഇതിനകത്തായിപ്പോയി. അതുപോലെ ഇത് നിങ്ങൾ കണ്ടില്ല, ഇത് ഇങ്ങനെയല്ല, ഈ കോലത്തിലല്ല, കമ്പിയും ഷീറ്റും ഉണ്ട്, അതിനകത്ത് അടിയിലായിപ്പോയി. ഒരു മണിക്കൂർ തേട്ടാണ് ഞങ്ങൾ ഈ വാല് തുറന്ന് വെളി ഇറങ്ങാൻ പറ്റിയത്. കൊച്ചിനും എൻ്റെ വൈഫിനും വൈഫിനും പിള്ളേർക്കും തലയ്ക്ക് ഇതുണ്ട്. വൈഫിന് സ്ഥലം ഇവിടെ സ്റ്റിച്ചുണ്ട്. ഇവിടെ ബ്ലഡ് ഇഞ്ചുറിയാണ് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ആശുപത്രിയിലാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയത്തില്ല. കാരണം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു ആ കാറ്റും മഴയും ഭയങ്കരമായിട്ട് വന്ന് സംഭവിച്ചു പോയത് എന്നാന്നുള്ള കാര്യത്തിൽ മൊത്തം ഇതുകൊണ്ട് അപ്പുറത്തെ റൂമും ഇതെല്ലാം ഇവിടെ നാട്ടുകാർ കൂടിയാണ് ഇതെല്ലാം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാക്കിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കനത്ത മഴയിൽ കോട്ടയത്ത് വീടിന്റെ മതിലിടിഞ്ഞു വീണു. വെള്ളൂശ്ശേരി സ്വദേശി അമ്പിളിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം തകർന്നു. അയൽവാസിയുടെ മതിലാണ് അമ്പിളിയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇടിഞ്ഞത്. കനത്ത മഴയിൽ കോട്ടയത്ത് വീടിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു. വെള്ളൂശ്ശേരി സ്വദേശി അമ്പിളിയുടെ വീടിന് മുന്നിലേക്കാണ് മണ്ണിടിഞ്ഞത്. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു അപകടത്തിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം തകർന്നു. സമീപവാസിയുടെ വീടിന്റെ മതിലാണ് ഇവരുടെ മുറ്റത്തേക്ക് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ വർഷവും ഈ മതിൽ ഇടിഞ്ഞു വീണ് അമ്പിളിയുടെ വീടിന്റെ കിണർ തകർന്നിരുന്നു. തുടർന്ന് പോലീസ് കേസാകുകയും മതിൽ പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അശാസ്ത്രീയമായാണ് മതിൽ കെട്ടിയതെന്ന് അമ്പിളി പറയുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഈ പോസ്റ്റിന്റെ അങ്ങോട്ടാണ് വീഴുന്നത്. ഇത് ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ വണ്ടികളെല്ലാം അതിൻ്റെ അടിയിലായി. ഇന്നിപ്പോൾ ഞങ്ങളുടെ കിണർ 2ാമത് കെട്ടിയതാ. ആ കിണറും ഇപ്പം പോവും. ഇപ്പോൾ ഒരു ഇല്ലി ഉണ്ട്, ആ ഇല്ലിയെ തട്ടി നിൽക്കുക. ഇതെല്ലാം കൂടെ വാർക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു രീതിയിലുള്ള കട്ടിയില്ലാത്ത വാർക്ക. ആ വാർക്കയുടെ പ്രശ്നമാണ്. ആ വാർക്കയുടെ പകുതി ഭാഗത്തു നിന്നുള്ള ഇരുത്തിയത് ഇവർ പച്ചമണ്ണ് കൊണ്ട് നിറച്ചത്. അതിനകത്തുനിന്ന് ഇരുത്തിയിട്ടാണ് ഇവരുടെ കെട്ടോട് കൂടി ഇങ്ങോട്ട് പോകുന്നത്. പുതിയ കെട്ടായിരുന്നു ഇതെല്ലാം. അതെല്ലാം നശിപ്പിച്ചത് ഇവർക്കിടെ അശാസ്ത്രീയമായ കെട്ടുകൊണ്ട് മാത്രം സംഭവിച്ചു. ഇന്ന് നമ്മൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് ഇവർക്ക് കെട്ടാൻ. മതിലിടിഞ്ഞിട്ടും അയൽവാസി നിസ്സഹകരണം തുടരുകയാണെന്നും ഇവർ പരാതിപ്പെട്ടു. ഉയരം കൂടിയ ഭാഗത്ത് ഉറപ്പുള്ള മതിൽ കെട്ടിയില്ലെങ്കിൽ അപകടമുണ്ടായാൽ ജീവഹാനി ഉണ്ടാകുമെന്ന ഭീതിയിലാണ് അമ്പിളിയും കുടുംബവും. നഗരസഭയുടെ ഇടപെടൽ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി വളപ്പിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. ആശുപത്രി വളപ്പിലെ ഔഷധ ഉദ്യാനത്തിന് പുറത്ത് വളർന്ന കഞ്ചാവ് ചെടി എക്സൈസ് സംഘം എത്തി പറിച്ചെടുത്ത് സീൽ ചെയ്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി വളപ്പിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഔഷധ ഉദ്യാനത്തിന് പുറത്താണ് ചെടി വളർന്നു നിന്നിരുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയത്. കഞ്ചാവ് ചെടിക്ക് 65 സെന്റിമീറ്റർ പൊക്കമുണ്ടായിരുന്നു. ആശുപത്രി കോമ്പൗണ്ടിൽ കെട്ടിടം പണി നടക്കുന്നുണ്ട്. ഇവിടെ പണി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കഞ്ചാവ് ഉപയോഗിച്ചപ്പോൾ കഞ്ചാവിന്റെ കുരു താഴെ വീണ് കിളിർത്ത് ചെടിയായി മാറിയതെന്നാണ് എക്സൈസ് കരുതുന്നത്. ആരെങ്കിലും മനഃപൂർവ്വം ചെടി വളർത്തിയതാണോ എന്നും അന്വേഷിക്കുന്നുണ്ടെന്ന് എക്സൈസ് CI ടോണി ജോസ് പറഞ്ഞു. കഞ്ചാവ് ചെടി നിൽക്കുന്നതായിട്ട് രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോട്ടയം ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്തിയതെന്നാണ്. അവിടെ ഒരു വാർഡിൻ്റെ സമീപത്ത് നിന്ന്, അതായത് ഒരു ഔഷധത്തോട്ടത്തിൻ്റെ മുമ്പിൽ നിന്നാണ് നമുക്ക് ഈ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഉദ്ദേശം 65 സെൻറ്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു. അത് പരിശോധനയിലത് കഞ്ചാവ് ചെടിയാണെന്ന് ബോധ്യപ്പെട്ടു. അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി. അവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഹോസ്പിറ്റലിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അവിടെ വരാറുണ്ടായിരുന്നെന്നും അതിൻ്റെ പണി നടക്കുകയാണെന്നും അറിയാൻ കഴിഞ്ഞു. അവരാരോ ഉപേക്ഷിച്ച ഈ കഞ്ചാവിൻ്റെ കുരു ഇട്ടതിൽ നിന്നും വളർന്നു വന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള വിശദമായ അന്വേഷണം നടത്തുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ബോധ്യമാകുകയാണെങ്കിൽ നമ്മൾ അവർക്കെതിരെ കേസെടുക്കുന്നതായിരിക്കും. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ട്. കഞ്ചാവ് ചെടി പിഴുതെടുത്ത് എക്സൈസ് സംഘം സീൽ ചെയ്തു മാറ്റി. ഇനി പരിസരത്ത് എവിടെയെങ്കിലും ഇതുപോലെ ചെടികളുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
പ്രകൃതി സംരക്ഷണം സമൂഹത്തിന്റെ ആവശ്യമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടന്ന ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണം ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന സന്ദേശമുയർത്തി പരിസ്ഥിതി ദിനം ആചരിച്ചു. കോട്ടയം ഇല്ലിക്കൽ ചിന്മയ സ്കൂളിൽ നടന്ന ജില്ലാതല പരിസ്ഥിതി ദിനാചരണ പരിപാടി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണം സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന് മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതി സംരക്ഷണവും വികസനവും സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകണമെന്നും സ്പീക്കർ പറഞ്ഞു. വനമെന്ന ഭൂപ്രദേശത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും റബ്ബർ വെച്ചിട്ടുള്ള സ്ഥലം ഈ വൃക്ഷാവരണത്തിന് കീഴിലുള്ളതാണ്. അപ്പം നമുക്കെന്താ വനമാക്കി പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ആ ഭൂമി വൃക്ഷാവരണത്തിന് കീഴിലാണ് നിൽക്കുന്നത്. അതാണ് കേരളം ദൈവത്തിൻ്റെ നാട് എന്ന് പറയാൻ കാരണം. ഈ പച്ചപ്പ് പിടിച്ച നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണ്ടേ, നമ്മുടെ കുട്ടികൾ ഇത് കണ്ട് വളരണ്ടേ. ഏതെങ്കിലും ഒരു ചെടി കണ്ടാൽ നേരെ ഊടോടെ പിടിച്ച് അത് പറിച്ചെടുത്ത് കളയുന്ന വളരെ അനായാസകരമായ ഒരു ജോലിയുണ്ട്. അതല്ല, അത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് സംരക്ഷിച്ചേ മതിയാവും. അത് സംരക്ഷിക്കുന്നത് നമുക്ക് വ്യക്തിഗതമായ ഒരു കാര്യത്തിലല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമൂഹത്തിൻ്റെ സമ്പത്ത് തകർക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് നന്നായി നടത്തിയല്ലേ മതിയാകൂ. അവിടെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ആ നിലയിൽ വളരണം, അതിന് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരണം. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പരിസ്ഥിതിക്ക് ആഘാതമാകരുതെന്നും അന്തരീക്ഷത്തിലെ കാർബൺ വലിച്ചെടുക്കുന്നതിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് 2000 നിയോഗിച്ച പ്രൊഡക്ഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആദ്യം തന്നെ ഒരു കാര്യം അദ്ദേഹം ഈ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആദ്യ ഖണ്ഡികയിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരിടപെടുന്ന എല്ലാ സ്ഥലത്തും ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകും. Wherever man interferes, there is bound to be some kind of an ecological problem എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം മനുഷ്യരുടെ ഇടപെടലും പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ S ഗോപകുമാർ, ബിന്ദു സന്തോഷ് കുമാർ, ജിഷ ജോഷി തുടങ്ങിയവരും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചിറക്കടവ് പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിച്ച ഒരു പരിസ്ഥിതി ദിനം കൂടി. പരിസ്ഥിതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുമായാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രധാന സന്ദേശം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് എക്കോ ഫെമിനിസം വളർന്നു വരികയാണെന്ന് റോണി കെ ബേബി പറഞ്ഞു. 30 വർഷത്തിനിടയിൽ ലോകത്തുണ്ടായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികളാണ്. അപ്പോൾ അവിടെ വനിതകൾക്ക് എന്താണ് പ്രാധാന്യം? ഈ ഹരിത രാഷ്ട്രീയത്തിനോടൊപ്പം വളർന്നു വന്ന മറ്റൊരു മേഖലയാണ് എക്കോ ഫെമിനിസം. ഫെമിനിസത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. സ്ത്രീപക്ഷവാദം, സ്ത്രീ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദമാണ് ഫെമിനിസം. നമ്മളതിനെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികൾ. പക്ഷേ ആ സ്ത്രീപക്ഷവാദത്തിന് ഒരു പുതിയ ദിശ നൽകിക്കൊണ്ട് പാരിസ്ഥിതിക സ്ത്രീപക്ഷവാദം, എക്കോ ഫെമിനിസം, അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ ഏറ്റവും നന്നായി സംഭാവനകൾ ചെയ്യുവാൻ കഴിയുന്ന സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്കല്ല. വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം സേതു മാന്താടൻ ശുചിത്വ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ മനോജ് മാധവൻ എന്നിവർ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി സേതുനാഥ്, ജയശ്രീ വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇന്ധന പാചകവാതക വില വർധനയിൽ സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് മുൻ മന്ത്രി BN വാസവൻ. പെട്രോളിനും ഡീസലിനും തീ വിലയാകുമ്പോൾ
ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് BJPയുമായുള്ള ഡീലിന്റെ ഭാഗമെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് CPM കോട്ടയത്ത് നടത്തിയ ജനകീയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അടിക്കടി വർദ്ധിപ്പിച്ച കേന്ദ്ര നടപടിക്കെതിരെ CPM ജനകീയ പ്രക്ഷോഭം. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടി മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് നടപടിക്കെതിരെ പ്രതികരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് VN വാസവൻ ആരോപിച്ചു. പ്രതികരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യവുമില്ല. കേന്ദ്രവും ഇവിടുത്തെ UDF സർക്കാരുമായുള്ള ഡീലിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ മൗനമെന്നും VN വാസവൻ ആരോപിച്ചു. കേരളത്തിൽ ഡീൽ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവരെ ആരാണ് ഡീൽ ഉണ്ടാക്കിയത്? ഇത്രയേറെ ജനദ്രോഹകരമായ നീക്കങ്ങൾ കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിച്ചിട്ട് ഒരക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉരുവിടാൻ കേരളത്തിന്റെ ഭരണാധികാരികൾ തയ്യാറായോ? അവിടെയാണ് ഡീൽ നാം കാണുന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് മൂലം കേരളത്തിൽ കുട്ടികളുടെ ആത്മഹത്യ ഉണ്ടായിട്ടും കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്രമാകട്ടെ ഭരണത്തിനെതിരെ പ്രതികരിച്ച് CJPയെ അടിച്ചൊതുക്കുന്ന നടപടികൾ ശക്തമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കളായ അഡ്വക്കേറ്റ് ഷീജ അനിൽ, B ശശികുമാർ, PJ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിസ്ഥിതി ദിനത്തിൽ ചെറുക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദേവാരണ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രവളപ്പിൽ മഹാദേവ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ പൂജയ്ക്ക് ആവശ്യമായ ചെടികൾ നട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിക്ക് ആവശ്യമായ ചെടികൾ നൽകിയത് കുന്നുംഭാഗം റോസ് ഗാർഡനാണ്. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ചന്ദനമരത്തിന്റെ കൃഷി വ്യാപകമാക്കി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ കാഞ്ഞിരപ്പള്ളി കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് മുൻകൈയെടുക്കുമെന്ന് പ്രസിഡന്റ് ജോർഡിൻ കിഴക്കേത്തലയ്ക്ക് അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ചന്ദനത്തൈകൾ വിതരണം ചെയ്തു. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം നടത്തി. ലഹരി വ്യാപനം നിയന്ത്രണത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധനാണെന്ന് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നതെന്ന് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ അനധികൃത ലഹരിയുടെ അടിവേരിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ നടന്ന പുകയില വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയിലും മാറ്റം വന്നിട്ടുണ്ട്, അതാണ് പ്രശ്നം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിവും പ്രാപ്തിയായിട്ടുള്ള വിദ്യാർത്ഥിനികളാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരിക്കെതിരെയുള്ള വലിയൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ വിദ്യാർത്ഥിനികൾക്കുള്ളൊരു പ്രശ്നം, ലഹരി ഉപയോഗിക്കുന്നു, അതോടൊപ്പം ലഹരിയോടൊപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കൊലപാതകം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുക. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, റൂൾ ബൈ ലോ, അതായത് നിയമത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണിത്. റൂൾ ബൈ ഫിയർ അല്ല. ഇരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ MD പ്രസാദ് മുഖ്യപ്രഭാഷണവും ലഹരി വിരുദ്ധ റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ്, പാലാ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ JC ജോസഫ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാർ G, ഇരാറ്റുപേട്ട റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ജസ്റ്റിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുമോദ് KS വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലിയും കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കാർഷിക രംഗത്ത് സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാകണമെന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലായിൽ സാന്തോം ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണും കൃഷിയും മറന്നുള്ളതാവരുത് നാടിന്റെ വികസനമെന്നും കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും സംഭരിക്കുന്നതിൽ അനാസ്ഥയുണ്ടാവരുതെന്നും ഈ രംഗത്ത് സർക്കാർ കൂടുതൽ കാര്യക്ഷമമാകണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട്. രൂപതയുടെ കാർഷിക ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷി വ്യവസായ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി മുണ്ടപാലം സ്റ്റീൽ ഇന്ത്യ കമ്പനി ആരംഭിച്ച പാലാ സാന്തോം ഫുഡ് ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങളുടെ പാലനവ ഫുഡ്സ് എന്ന ബ്രാൻഡ് നെയിം റിലീസിംഗും പാലാ സെന്റ് തോമസ് പ്രസിന് സമീപം കേരള ഗ്രോ സ്റ്റോറിനോടനുബന്ധിച്ചുള്ള സാന്തോം ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കാർഷിക മേഖലയാണ് നമ്മുടെ ഉന്നം. അവിടം തകിടം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഇതെല്ലാം കർഷകർ അധ്വാനിച്ച് അവരുടെ വിയർപ്പിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ പറയേണ്ട വിഷയം മണ്ണും കൃഷിയും കർഷകരുമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ നജീബ് PA, താലൂക്ക് വ്യവസായ ഓഫീസർ നിഷാമോൾ VR, പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് പാട്ടപ്പള്ളിൽ, മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സ്വന്തം കർഷക കമ്പനി ഡയറക്ടറുമായ ഫാദർ തോമസ് കിഴക്കേൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴ്ത്തൂരിയിൽ, ഫാദർ ഫ്രാൻസിസ് എടത്തിനാൽ, ഫാദർ മാത്യു പുളിക്കപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കർഷകരിൽ നിന്നും പച്ചക്കപ്പ സംസ്കരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു വരുന്നതിന്റെ തുടർച്ചയായി 13 ഉൽപ്പന്നങ്ങളാണ് പാലനവ ഫുഡ്സ് എന്ന ബ്രാൻഡിൽ ആദ്യഘട്ടത്തിൽ പുറത്തിറങ്ങിയത്. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളും ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്.
ന്യൂസ് ബ്യൂറോ പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം കനത്തു. കോട്ടയത്തെ വീടിന്റെ മേൽക്കൂര തകർന്ന് 4 പേർക്ക് പരിക്ക്. വെള്ളൂശ്ശേരിയിൽ അയൽവാസിയുടെ മതിൽ വീണ് വീട്ടമ്മയുടെ ഇരുചക്ര വാഹനം തകർന്നു. കോട്ടയം ജനറൽ ആശുപത്രി പരിസരത്ത് കഞ്ചാവ് ചെടി എക്സൈസ് സംഘം റെയ്ഡ് നടത്തി ചെടി പറിച്ചെടുത്ത് സീൽ ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണം. കോട്ടയം ജില്ലയിലെങ്ങും വിപുലമായ പരിപാടികൾ. പ്രകൃതി സംരക്ഷണം സമൂഹത്തിന്റെ ആവശ്യമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചിറക്കടവിൽ പ്രത്യേക ഗ്രാമസഭ. പെട്രോൾ പാചകവാതക വിലവർധന. കോട്ടയത്ത് CPM-ന്റെ ജനകീയ പ്രതിഷേധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.